അപ്പൊ ഇന്നലെ പാലിന് പകരം വെള്ളം നിറച്ചു വെച്ചു എന്ന് കഥ പറഞ്ഞില്ലേ? ആ പറഞ്ഞ ഗോപികയോട് വേറൊരു ഗോപിക പറയാ, അത്രയല്ലേ നിന്റെ വീട്ടിലുണ്ടായുള്ളൂ, പാലിന് പകരം വെള്ളമല്ലേ നിറച്ചു വെച്ചുള്ളൂ. എൻ്റെ വീട്ടിലുണ്ടായ കഥ എന്താന്ന് നിനക്കറിയോ? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അവർക്ക് ഉണ്ണിയപ്പം വലിയ ഇഷ്ടം. അപ്പോൾ കുറേ കാലമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്, ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ തിരിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് തൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഉണ്ണിയപ്പം കുറച്ച് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ എടുത്തു വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് പോവാമെന്ന് വിചാരിച്ച് കുളിക്കാൻ പോയ സമയത്ത് ഇവനും കൂട്ടുകാരും കൂടി അകത്ത് കയറി. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന സമയത്തും കിണ്ണത്തിന് ഭാരമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സംശയിക്കൊന്നും ചെയ്തില്ല, കണ്ണം കയറിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. എന്തായാലും ആ കിണ്ണം എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി അച്ഛന് കണ്ണിന് കുറച്ച് കമ്മിയാണ്, കണ്ണധികം കാണില്ല. അച്ഛനാണ് ഉണ്ണിയപ്പം എന്ന് വിചാരിച്ചാൽ അത്രയും ജീവനാ. അപ്പോൾ കിണ്ണ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തട്ടിപ്പറിച്ചിട്ട് ഉണ്ണിയപ്പമാണെന്ന് കരുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ആ സാധനം അങ്ങോട്ട് വായിൽ കിട്ടുന്ന, വായക്കിടലും തുപ്പലും ഒരുമിച്ച് കഴിഞ്ഞു എന്നാ. കാരണം എന്താ, അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിരുന്ന എന്തായിരുന്നു എന്നറിയോ? ചാണകമായിരുന്നു എൻ്റെ യശോദേ. അത് അവൻ അപ്പം കഴിച്ചു എന്നുള്ളത് പോട്ടെ, അതിന് പകരം അതിൻ്റെ ഉള്ളിൽ ചാണകം ഉരുളയാക്കിയിട്ട് എടുത്തു വെച്ചതാണെന്നാ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യൂ ഇങ്ങനെ? എന്നിട്ട് പിന്നെ അച്ഛൻ്റെ ചീത്ത ഞാൻ എത്ര കേട്ടു എന്നറിയോ എൻ്റെ യശോദയെന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു, ഇതെന്ത് ദുഷ്ടത്തര എൻ്റെ കൃഷ്ണ, ആ അച്ഛനെ നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാ, അതെ അമ്മേ, ഈ ഗോപിക അവിടെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ മുറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നു, ഞാനും കൂട്ടുകാരും. ആ സമയത്താണ് ഞങ്ങൾക്ക് അപ്പത്തിൻ്റെ മണം വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കൊതിയായി, ഞങ്ങൾ കുട്ടികളല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് പോയിട്ട് പറഞ്ഞു, ആ ഗോപികയോടൊന്ന് ആ അമ്മയോടൊന്ന് പോയി ചോദിക്കും, ഒരു 1-2 അപ്പം തന്നാൽ മതി, ഞങ്ങൾ വീതിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞതാ. അങ്ങനെ അവൻ ചെന്ന് ചോദിച്ച സമയത്ത് ഈ ഗോപിക പറഞ്ഞു, അവനെ അവിടുന്ന് ആട്ടി വിട്ടുന്നാ. പിന്നെ നിങ്ങൾക്ക് തരാനുള്ളതല്ലേ ഈ അപ്പം, ഇത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോകാനുള്ളതാ. പിന്നെ ആ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോകണത് എനിക്കൊന്ന് കാണണല്ലോ എന്ന് ഞാനും തീരുമാനിച്ചു എന്നാ. നമ്മളും ഇതേപോലെയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് സമ്പത്തും ധനമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ കുറച്ചെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യാൻ, ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ധർമ്മം അനുഷ്ഠിക്കണം. സമ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധർമ്മേ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല ദാനങ്ങൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യണം എന്നാ. ഇല്ലാത്തവർക്ക് കൊടുക്കുക, ഇതൊക്കെ ചെയ്യണം എന്നാ. ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം വല്ല അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തം വന്നിട്ടോ ഇത് നഷ്ടമാവുന്ന സമയത്ത് അന്ന് നമുക്ക് ദുഃഖമാവും. പക്ഷെ നമ്മൾ സത്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ധനം ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവായി കിട്ടും എന്നാണ് ഗുരുനാഥന്മാരൊക്കെ പറയുക. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ലീല എന്നർത്ഥം. എന്തായാലും ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട്, എല്ലാറ്റിൻ്റെയും ഗുരുനാഥനായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.